ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ രാവിലെ ഈ അണിഞ്ഞൊരുങ്ങി ഇങ്ങോട്ടാന്നല്ലേ, ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല തൽക്കാലം. ഇതൊരു ട്രാവൽ വീഡിയോയുടെ ഒരു ചെറിയ പാർട്ടാണ്. അപ്പോൾ എങ്ങോട്ടാ ഏതാന്നൊക്കെ ഉള്ളത് വഴിയേ പറയാം. അങ്ങനെ ഞാൻ തലേന്ന് രാത്രി തന്നെ ബാഗ് പാക്ക് ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. സമയമൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഈ തമ്പാനൂരിനപ്പുറം പോലും ബസ്സിൽ തനിച്ച് പോയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ട്രിവാൻഡ്രത്തിനകത്ത് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ധൈര്യമായിട്ട് പോയിട്ട് വരാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിസാഹസികമായി ആദ്യമായിട്ട് ഞാൻ എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് കോട്ടയം വരെ പോകാൻ പോവാണ്. അതും ട്രെയിനിൽ. ദേ ഈ വിരലിൽ എണ്ണാവുന്ന എന്ന് പറയില്ലേ, അതിലും താഴെ വരെ മാത്രം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒറ്റയ്ക്ക് എൻ്റെ ലൈഫിൽ ഞാൻ പോയിട്ടേയില്ല. അപ്പോൾ വലിയൊരു റെസ്പോൺസിബിലിറ്റി, അതായത് ഈ 2 കുട്ടികളെയും കൊണ്ട് അവിടം വരെ എത്തുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അങ്ങനെ പോകാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ രാവിലെ ഇതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോകാനിറങ്ങി. കനിക്കുട്ടൻ ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. ദേ അതിൻ്റെ ഇടയിലുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെയല്ല, വേർ ഇസ് മൈ ട്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഈസിയാണ്. ഒരു കള്ളിപ്പുച്ച പാല് കുടിക്കുന്ന കണക്ക് കണ്ടോ, ഒരാളൊന്ന് ബോട്ടിൽ എടുക്കാൻ മടിച്ചിട്ട് അതിൽ വെച്ച് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് ട്രെയിനിന് വെയിറ്റ് ചെയ്തപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രായങ്ങളൊക്കെ കാണിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നിന്ന നിപ്പിലൊരു എടുത്തൊരു മഴ. അങ്ങനെ നല്ല ശക്തമായ കാറ്റും ഒരു മഴയും, അത് സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ട്രെയിൻ ഒരു അരമണിക്കൂറോളം ലേറ്റായിട്ടാണെങ്കിലും ഫൈനലി ട്രെയിന് വരാൻ സമയമായി. അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങളുടെ സ്റ്റേഷനിലോട്ട് പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ ട്രെയിൻ വന്നു. ഫസ്റ്റ് ടൈം ഞങ്ങളൊരു സോളോ ട്രിപ്പ് വിത്ത് മൈ കിഡ്സ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ട്രെയിനിൽ തന്നെ വേറെ ആരുടെയും ഹെൽപ്പില്ലാതെ തന്നെ പോകാൻ സൈഡ് സീറ്റൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. ഇത് പിന്നെ ട്രെയിനിൽ കയറി അപ്പം കിടക്കും. ഇവൾ കിടക്കാനാണോ ട്രെയിനിൽ വരുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് എഴുന്നേറ്റിരുന്ന ഒരു ആക്ടിവിറ്റി ബുക്ക്. ഇവർക്ക് ബോറടിക്കണ്ടല്ലോ, 2-3 മണിക്കൂറുള്ള ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ആക്ടിവിറ്റി ബുക്കും കളറും പെൻസിലൊക്കെ കൊണ്ടുവന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേരും ഉറക്കം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവർ മിസ് ചെയ്ത് കേട്ടോ. നമ്മൾ കൊല്ലം സൈഡ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും കുറേ കായലും നല്ല ഇങ്ങനെ പച്ചപ്പ് ഹരിതാവ നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവർ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങി. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിരുന്ന് എത്താറായപ്പോൾ വിളിച്ചു. പിന്നെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുപോയി അത് കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. കോട്ടയത്തല്ല, ഏറ്റുമാനൂരാണ് പോവേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ് കയറണം. പിന്നെ ബസ്സിൽ കയറിയിട്ട് പോവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആദ്യമായിട്ട് ട്രെയിനിൽ തന്നെ പോകാൻ പോകുന്നതാണ്, അതും പരിചയമില്ലാത്തൊരു സ്ഥലത്ത്. അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ബസ്സിൽ കയറി സ്റ്റോപ്പ് ചെയ്ത സ്റ്റേഷൻ എവിടെ ഇറങ്ങേണ്ടതൊന്നും അറിയില്ല. അങ്ങനെ MG യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ട് ഫൈനലി ഞങ്ങൾ അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.